കേരളത്തിൽ ഏറെ പ്രചാരം നേടിയ ഫലവർഗ ചെടിയാണ് റംബൂട്ടാൻ. മുള്ളംപഴം എന്ന പേരിലും ഇതറിയപ്പെടുന്നു. പഴങ്ങളിലെ രാജകുമാരി എന്നും ദേവതകളുടെ ഭക്ഷണം എന്ന് വിശേഷിക്കപ്പെടുന്ന റംബൂട്ടാൻ പഴം സ്വാദിഷ്ടവും പോഷകസമ്പുഷ്ടവുമാണ്. റംബൂട്ടാൻ കൃഷിയിലൂടെ ജീവിത വിജയം നേടിയ ചാമമ്പതാൽ കന്നുകുഴി സ്വദേശി തോമസ് നടുവത്താനി തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇവിടെ. തന്റെ 5 ഏക്കർ കൃഷിഭൂമിയിൽ 3 ഏക്കർ സ്ഥലത്താണ് റംബൂട്ടാൻ കൃഷി ചെയ്തിരിക്കുന്നത്. 1 ഏക്കർ സ്ഥലത്ത് 35 റംബൂട്ടാൻ മരങ്ങളാണുള്ളത്. റബ്ബർ കൃഷി പാടെ ഉപേക്ഷിച്ചാണ് ഇദ്ദേഹം റംബൂട്ടാൻ കൃഷിയിലേക്ക് തിരിഞ്ഞത്. തൈ വെച്ചു കഴിഞ്ഞ് 3-ാം വർഷം മുതൽ കായ്ച്ചു തുടങ്ങും. നല്ല ലാഭം കൃഷിയിൽ നിന്ന് ലഭിക്കുന്നതായി തോമസ് നടുവത്താനി പറഞ്ഞു. ഞാൻ ഈ റംബൂട്ടാൻ കൃഷിയിലേക്ക് തിരിയുന്ന സമയത്ത് റബ്ബറിന് വിലയില്ലായിരുന്നു. അങ്ങനെയാണ് റബ്ബർ വെട്ടിയ ശേഷം റംബൂട്ടാൻ കൃഷിയിലേക്ക് തിരിഞ്ഞത്. ഇപ്പം ഞാൻ റംബൂട്ടാൻ വെച്ചിരിക്കുന്നത് 3 ഏക്കർ. 3 ഏക്കറിനകത്ത് കൃഷി ചെയ്തിരിക്കുന്നു. 3 ഏക്കറിൽ 8 ലക്ഷം രൂപ. ആദ്യത്തെ വർഷം 2 ലക്ഷമായിരുന്നു. പിന്നത്തെ വർഷമായപ്പോൾ 4 ആയി. അങ്ങനെ ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കും തുക. കായ്ക്കാൻ 3 വർഷം. തൈ വെച്ചാൽ നമ്മൾ 3-ാം വർഷം കായ. വിപണനം എന്ന് പറയാൻ ഇവിടെ വന്ന് നേരിട്ട് എടുക്കാൻ ആൾക്കാരുണ്ട്. ഏജൻസിയുണ്ട്, ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. അവർ വന്ന് കച്ചവടം വില പറയും, കിലോയ്ക്കും വില പറയും. അവർ ഒരു ഉദ്ദേശം ഒരു കണക്ക് കൂട്ടും, എത്ര കിലോ ഈ തോട്ടത്തിൽ നിന്ന് കിട്ടുമെന്ന്. അപ്പോൾ അത് ഒരു കിലോയ്ക്കുള്ള വില വേണമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അവർ 100, 120 അങ്ങനെ ആ റേഞ്ചിലാണ് എടുക്കുന്നത്. അതല്ല അടച്ചാണെങ്കിൽ അടച്ചെടുക്കും, തോട്ടം അടച്ച. ഞാൻ ഇതുവരെ കൊടുത്തതെല്ലാം തോട്ടം അടച്ച. വിളവെത്തുന്നതിന് മുൻപ് റംബൂട്ടാൻ മരവാകെ വലയിട്ട് മൂടും. പിന്നീട് മൊത്ത കച്ചവടക്കാർക്ക് നൽകുമെന്നും തോമസ് പറയുന്നു. റംബൂട്ടാൻ കൃഷി കൂടാതെ പശു, ആട് എന്നിവയെയും വളർത്തുന്നുണ്ട്. ഭാര്യ ജിജിയുടെ പൂർണ്ണ പിന്തുണയും ഇദ്ദേഹത്തിനുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.